തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലും കൊച്ചിയിൽ രാഷ്ട്രീയ പോര് ശക്തം. മേയർ എം അനിൽകുമാറിന്റെ ബ്രഹ്മപുരം പ്ലാന്റ് സന്ദർശനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപണം. LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് നേതാക്കൾ പറയുന്നു. കൊച്ചിൻ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടക്കം മുതൽ പ്രചരണ വിഷയമായിരുന്നു ബ്രഹ്മപുരം. ഒരു വശത്ത് വികസനത്തിന്റെ മുഖമുദ്രയായി ഇടതുമുന്നണി ഉയർത്തിക്കാട്ടിയപ്പോൾ മറുവശത്ത് അഴിമതിയുടെ കൂമ്പാരമാണെന്ന് UDF തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രചരണ വിഷയമാക്കി. UDFന്റെ രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്ന് വിട്ടുനിന്ന മേയർ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ബ്രഹ്മപുരത്തിന്റെ മാറ്റം നേരിട്ടെത്തി വിശദീകരിച്ചു. കോൺഗ്രസിനെ പറ്റി പറയാനേ ഇല്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർക്കിങ്ങനെ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആക്ഷേപ മുന്നണി എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് അവർ ആളുകളുടെ ഇടയിലേക്ക് പോയിക്കോട്ടെ. പക്ഷെ ആളുകൾ കാണുന്ന ദൃശ്യങ്ങൾ അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. എല്ലാം കോൺഫിഡൻസ് ആണല്ലോ. ഞങ്ങളുടെ സമൃദ്ധിയാണെങ്കിലും ഷീലോഡ്ജ് ആണെങ്കിലും ബ്രഹ്മപുരമാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മേയറുടെ നടപടിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പൂർണ്ണമായും ഇലക്ഷൻ ചട്ടലംഘനമാണ്. ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്കും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും കളക്ടർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ ചട്ടലംഘനം നടത്തിയ മേയർ അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. അവസാന ലാപ്പ് വരെയുള്ള പ്രചരണത്തിൽ അഴിമതി കൂമ്പാരമെന്ന UDF പ്രചരണത്തിനാണോ അതോ പൂങ്കാവനമെന്ന ഇടത് അവകാശവാദത്തിനാണോ വോട്ടർമാർ വില കൽപ്പിക്കുക? 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.